Good morning students. നമ്മൾ മാർജിനൽ കോൺസെപ്റ്റ്സ് പാർട്ട് 3 കടക്കുകയാണ്. അതിലാദ്യം വരുന്നതാണ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ദി അഡീഷൻ മെയ്ഡ് ടു ദി ടോട്ടൽ പ്രോഡക്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ഇസ് എംപ്ലോയിഡ്. അതായത് ഒരു അഡീഷണൽ ആയിട്ട് ഒരു വേരിയബിൾ ഫാക്ടറിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ, അതായത് ലേബർ ആകാം ക്യാപിറ്റലിനെ ആകാം, ഇപ്പോൾ ഒരു അഡീഷണൽ ലേബറിനെയോ ഇല്ലെങ്കിൽ ക്യാപിറ്റലിനെയോ ഹയർ ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസം എന്താണ്, അതാണ് മാർജിനൽ പ്രോഡക്റ്റ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ സ്ലോപ്പിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് MP is equal to TPN minus TPN minus 1 എന്നാണ്. ഓർ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഡെൽ TP/del X എന്ന് പറയാൻ പറ്റും. TP അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റിന് പകരം ചില സ്ഥലത്ത് Q എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് മാർജിനൽ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു del Q/del X എന്ന് പറയാൻ പറ്റും, വേർ Q is the total output and X is the change in factor inputs. അപ്പം X ലേബർ ആകാം ക്യാപിറ്റൽ ആകാം. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദി അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ പ്രോഡക്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ലേബർ ഇസ് എംപ്ലോയിഡ്. അതായത് സപ്പോസ് 10 ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് 100 യൂണിറ്റ്സ് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ളതെങ്കിൽ ഒരു ലേബറിനെയും കൂടി ആഡ് ചെയ്യുമ്പം ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം 110 യൂണിറ്റ്സ് ആണ്. അതിനർത്ഥം മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ 10 യൂണിറ്റ്സ് ആയിട്ട് വരും. That is TPN minus TPN minus 1. അപ്പോൾ 110 minus 100 units will be 10. സോ ആ ഒരു എക്സ്ട്രാ ലേബറിൻ്റെയും കൂടി ഹയർ ചെയ്തപ്പം ടോട്ടൽ ഔട്ട്പുട്ടിലോട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിലും വരുന്നത്. ഇറ്റ് ഈസ് ദി അഡീഷൻ മെയ്ഡ് ടു ദി ടോട്ടൽ പ്രോഡക്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ക്യാപിറ്റൽ ഇസ് എംപ്ലോയിഡ്. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് MPL is equal to del TP/del L ഓർ del Q/del L എന്നും റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലേബറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എഴുതിയാൽ മതി. സോ del TP/del K ഓർ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ സ്ഥാനത്ത് Qവും ആഡ് ചെയ്യാം. സോ del Q/del K എന്നും നമുക്ക് MPK റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ലേബറിനെയും ക്യാപിറ്റലിനെയും കൂടുതൽ എംപ്ലോയ് ചെയ്യും തോറും നമുക്ക് കാണാൻ പറ്റുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് പല തോതിലായിരിക്കും കൂടുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ ഔട്ട്പുട്ട് ക്യാൻ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്, ഡിമിനിഷിംഗ് റേറ്റ് ഓർ കോൺസ്റ്റൻറ്റ് റേറ്റ്. അതേസമയം മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻസ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ഇസ് എംപ്ലോയിഡ്, ഇറ്റ് ക്യാൻ ബി ലേബർ ഓർ ക്യാപിറ്റൽ, ദ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ്, ഡിമിനിഷിംഗ് ആൻഡ് കോൺസ്റ്റൻറ്റ് rate, while at the same time marginal product declines. ഇതിനെയാണ് law of diminishing marginal returns എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുക എന്ന് പറയുമ്പം പോസിറ്റീവ് ആയിട്ട് തന്നെയായിരിക്കും മാർജിനൽ പ്രോഡക്റ്റ് ഇരിക്കുക. ഓരോ വേരിയബിൾ ഫാക്ടേഴ്സിനെ ആഡ് ചെയ്യും തോറും ടോട്ടൽ ഔട്ട്പുട്ട് കൂടുന്ന അനുസരിച്ച് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുമെങ്കിലും മാർജിനൽ പ്രൊഡക്ടിവിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് വൺസ് മാക്സിമം എത്തിക്കഴിയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ബിക്കംസ് 0 ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി നെഗറ്റീവിലോട്ട് വരുന്നത്. അല്ലാണ്ട് ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്നത് വരെ മാർജിനൽ പ്രോഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ പോലും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സോ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് എക്സ് ലേബർ ആകാം ക്യാപിറ്റൽ ആകാം. സോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു del Q/del X വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അതായത് നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്നതിന് മുമ്പേ ഉള്ള ആ പോർഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു ടാൻജൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള ആ സ്ലോപ്പാണ് മാർജിനൽ പ്രോഡക്റ്റ് കാണിക്കുന്നത്. അതായത് ഒരു അഡീഷണൽ ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പം ടോട്ടൽ പ്രോഡക്റ്റിൽ വന്ന മാറ്റമാണ് ആ പോയിന്റിൽ കാണാൻ പറ്റുക. അപ്പോൾ അവിടെ മാർജിനൽ പ്രോഡക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കർവിൽ ഒരു പോയിന്റ് എടുത്തിട്ട് മാർജിനൽ പ്രോഡക്റ്റ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷനിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു ടാൻജൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് del square Q/del X square വിച്ച് വിൽ ബി ലെസ് ദാൻ 0 എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഓർ ക്യാപിറ്റൽ ഡിമിനിഷ് ചെയ്യുമെന്ന് പറയുമ്പം അത് മാത്തമാറ്റിക്കലി നോക്കുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുത്തിട്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ എം പി ബൈ ഡെൽ എൽ. ഇപ്പോൾ സപ്പോസ് ലേബറിനെയാണ് പറയുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽ സ്ക്വയർ ക്യൂ ബൈ ഡെൽ എൽ സ്ക്വയർ വിച്ച് വിൽ ബി ലെസ് ദാൻ 0. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റലാണ് പറയുന്നതെങ്കിൽ ഡെൽ mp by del k is equal to del square q by del k square which will be less than 0. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് കർവും മാർജിനൽ പ്രോഡക്റ്റ് കർവും കാണിച്ചിട്ടുണ്ട്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ലേബർ ആണ് പറയുന്നത്. സോ എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ ഔട്ട്പുട്ടും ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡയഗ്രത്തിൽ. അതേസമയം സെക്കൻഡ് ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ നമുക്ക് കാണാം ടോട്ടൽ പ്രോഡക്റ്റ് കർവ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ഫ്രം ദി ഒറിജിൻ ടിൽ എ ഡാഷ്. എ ഡാഷിന് ശേഷം ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അങ്ങനെ ബി ഡാഷ് എത്തുമ്പം ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം. അതിനുശേഷം ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഫോളിങ്. അപ്പം എക്സ് ആക്സിസിൽ ലേബറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഓരോ ലേബറിനെയും ഹയർ ചെയ്യും തോറും ഇനീഷ്യലി ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് ഫ്രം പോയിന്റ് എ ഡാഷ്. ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം അറ്റ് പോയിന്റ് ബി ഡാഷ്. ആൻഡ് ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഫോളിങ്. സോ ഓരോ ലേബറിനെ ആഡ് ചെയ്യുമ്പോഴും ടോട്ടൽ പ്രോഡക്റ്റിൽ ഇത്തരത്തിൽ പല തോതിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിന് എന്താണ് സംഭവിക്കുന്നത് അതാണ് സെക്കൻഡ് ഡയഗ്രത്തിൽ താഴത്തെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഓരോ ലേബറിനെ ആഡ് ചെയ്യും തോറും ഇനീഷ്യലി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കൂടിയാണ് വരുന്നത് ടിൽ പോയിന്റ് എ. പോയിന്റ് എക്ക് ശേഷം വീണ്ടും ലേബറിനെ ആഡ് ചെയ്യും തോറും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഡിക്ലൈൻ ചെയ്തു വരുന്നു. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യുവാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് ടിൽ പോയിന്റ് ബി. ആ പോയിന്റ് ബിയിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ 0 ആയി മാറുകയാണ്. അതേസമയം നമുക്ക് ടോപ്പിലെ ഡയഗ്രത്തിൽ കാണാം ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാക്സിമത്തിൽ എത്തി നിൽക്കുകയാണ്. അതിനുശേഷം ടോട്ടൽ പ്രൊഡക്ടിവിറ്റി വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫോളിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി നെഗറ്റീവ് ആയിട്ട് മാറുന്നു. സോ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ സ്ലോപ്പ് ആണല്ലോ മാർജിനൽ പ്രോഡക്റ്റ് കർവ്. സോ ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ ഇൻക്രീസിങ് പോർഷനിൽ അപ് ടു മാക്സിമം എത്തുന്നതിന് മുന്നേ ഏതൊരു പോയിന്റ് എടുത്താലും ഒരു ടാൻജൻറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആ സ്ലോപ്പിൽ ആ ഒരു പോയിന്റിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആ ഒരു പോയിന്റിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഡെൽ ക്യൂ ബൈ ഡെൽ എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തുന്നതിന് മുന്നേ വരെ. ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ മാക്സിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഡെൽ ക്യൂ ബൈ ഡെൽ എൽ വിൽ ബി ഈക്വൽ ടു 0. അതായത് ഓൾറെഡി ആവശ്യത്തിനുള്ള ലേബറേഴ്സിനെ വെച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ലേബറിനെയും കൂടി ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആ എക്സ്ട്രാ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി ആ മാക്സിമം ഔട്ട്പുട്ട് പോയിന്റിൽ 0 ആണ്. അതിനുശേഷം 0 ടോട്ടൽ ഔട്ട്പുട്ട് മാക്സിമത്തിലെത്തി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ 0 ആയതിനു ശേഷം വീണ്ടും ലേബറേഴ്സിനെ ഹയർ ചെയ്യുവാണെങ്കിൽ പിന്നെയും ഹയർ ചെയ്യുന്ന ലേബറേഴ്സിന് അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞായിരിക്കും വരുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി നെഗറ്റീവ് ആയിട്ട് വരികയും ടോട്ടൽ ഔട്ട്പുട്ട് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് കർവിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ പ്രോഡക്റ്റ്. അതാണ് ടോട്ടൽ പ്രോഡക്റ്റ് കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മളൊരു ടാൻജൻറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം ടോട്ടൽ പ്രോഡക്ടിവിറ്റി അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് കർവിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദി ടോട്ടൽ പ്രോഡക്റ്റ് കർവ് ആയിരിക്കും. അത് വിത്ത് റെസ്പെക്ട് ടു ലേബർ നമ്മളിവിടെ നോക്കുന്നത് കൊണ്ട് ഡെൽ എം പി ബൈ ഡെൽ എൽ വിൽ ബി ഈക്വൽ ടു ഡെൽ സ്ക്വയർ ക്യൂ ബൈ ഡെൽ എൽ സ്ക്വയർ ആൻഡ് ദാറ്റ് വിൽ ബി ലെസ് ദാൻ 0. കാരണം അത് അവിടെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ സെക്കൻഡ് ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഈവൻ ദോ പോസിറ്റീവ് ആണെങ്കിലും ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. സോ ലെസ് ദാൻ 0 ആണ് അവിടെ വരുന്നത്.
ഒരു കേർവിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് ഒരു യു ഷേപ്ഡ് കേർവ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ യു ഷേപ്ഡ് കേർവിനെ നമുക്ക് ഒരു മലയിൽ നിന്നും ഇറങ്ങുന്നത് പോലെ നമുക്ക് കാണാം. നമ്മളൊരു കാറിലാണ് പോകുന്നതെങ്കിൽ ഒരു മലയിൽ നിന്ന് ഒരു ഇറക്കത്തിൽ എത്തി, ഇറക്കത്തിൽ നിന്നും വന്ന് ഒരു ലോവസ്റ്റ് പോയിന്റ് എത്തി, പിന്നെ കയറ്റത്തിലോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് അതിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ഇറക്കത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറക്കം എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പാണ്. അതായത് പെട്ടെന്നായിരിക്കുമല്ലോ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതേസമയം അങ്ങനെ കാർ ഇറങ്ങി ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അവിടെ നിരപ്പ് 0 ആണ്. അതായത് നമുക്ക് അവിടെ കുത്തനെയല്ല ഇറക്കമല്ല, സ്ലോപ്പ് അവിടെ 0 ആണ്. നിരപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം അങ്ങനെ കാറ് വീണ്ടും ആ സ്ലോപ്പ് 0 ആയിരിക്കുന്ന നിരപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ കയറ്റം കൂടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ സ്ലോപ്പ് പോസിറ്റീവായി മാറി. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഒരു കയറ്റം ഇറങ്ങുന്ന സമയത്ത് സുഖമായി ഇറങ്ങി വരാം. അവിടെ സ്ലോപ്പ് കുറവാണ്, സോ നെഗറ്റീവായി. അങ്ങനെ നിരപ്പായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സ്ലോപ്പ് 0 ആയി. വീണ്ടും ആ നിരപ്പായ സ്ഥലത്ത് നിന്നും മുകളിലോട്ട് കയറി വരുമ്പം കുത്തനെയാണ് കയറ്റം, അപ്പോൾ അവിടെ സ്ലോപ്പ് പോസിറ്റീവായി മാറി. ഇനി സപ്പോസ് നമുക്കൊരു ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള കേർവ് ആണെങ്കിലോ, അവിടെയും നമുക്ക് ഇതേപോലെ ഒരു മല ആണെന്ന് വിചാരിക്കാം. നമ്മൾ മലയുടെ മുകളിൽ കൂടെയാണ് കാറിൽ പോകുന്നതെങ്കിൽ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത്, അതായത് കയറ്റം ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ കാറിൽ കയറി പോയി ഏറ്റവും മലയുടെ മുകളിൽ എത്തിക്കഴിയുമ്പം നിരപ്പായി, സ്ലോപ്പ് 0 ആയി മാറും. ആ മലയുടെ മുകളിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ കാറും കൊണ്ട് മലയുടെ താഴോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ സ്ലോപ്പ് നെഗറ്റീവായി മാറി. അപ്പോൾ നമ്മൾ മലയുടെ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ കാറും കൊണ്ട് കയറ്റം കയറാൻ വളരെ പാടായിരിക്കും. അതായത് സ്ലോപ്പ് അവിടെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ സ്ലോപ്പ് അവിടെ പോസിറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് മലയുടെ മുകളിൽ കയറി ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ നിരപ്പായി മാറി. അപ്പോൾ അവിടെ സ്ലോപ്പ് 0 ആയി. അങ്ങനെ ആ നിരപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിന് ഇറങ്ങി പോരാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് അവിടെ നെഗറ്റീവായി മാറി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ യു ഷേപ്ഡ് കേർവും ഇൻവേർട്ടഡ് യു ഷേപ്ഡ് കേർവും നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ യു ഷേപ്ഡ് കേർവിൻ്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷനും അതേപോലെ ഇൻവേർട്ടഡ് യു ഷേപ്പിൻ്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷനും നോക്കിക്കേ പോസിറ്റീവ് സ്ലോപ്സ് ആണ് കാണിക്കുന്നത്. യു ഷേപ്ഡ് കേർവിൻ്റെ ഏറ്റവും മിനിമം പോയിന്റിലും ഇൻവേർട്ടഡ് യു ഷേപ്പിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലും സ്ലോപ്പ് 0 ആണ് കാണിക്കുന്നത്. അതേപോലെ യു ഷേപ്ഡ് കേർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷനിലും ഇൻവേർട്ടഡ് യു ഷേപ്ഡ് കേർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോർഷനിലും സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു കേർവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കേർവിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാൻ പറ്റും. ഒരു കേർവിൻ്റെ ഷേപ്പ് യു ഷേപ്ഡ് ആണോ അതോ ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് ഈ സ്ലോപ്പ് വാല്യൂ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കേർവിൻ്റെ മിനിമം പോയിന്റിലാണ് സ്ലോപ്പ് 0 ആകുന്നതെങ്കിൽ അതൊരു യു ഷേപ്ഡ് കേർവ് ആയിട്ട് മാറും. അതേസമയം ഒരു കേർവിൻ്റെ മാക്സിമം പോയിന്റിലാണ് സ്ലോപ്പ് 0 ആകുന്നതെങ്കിൽ അതൊരു ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ ഇവിടെയും കാണാൻ പറ്റുന്നത്. അടുത്തത് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Given a production function Q is equal to L cube plus 5LK plus K square for a firm which uses two inputs, labor and capital in the production process, find the marginal product of the two inputs. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വെച്ചുകൊണ്ട് നമ്മൾ with respect to labor and with respect to capital ഡെറിവേറ്റീവ് കാണണം. So marginal productivity of labor will be equal to del Q by del L. So that will be del L cube plus 5LK plus K square divided by del L. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് L ക്യൂബ് എന്നുള്ളത് n into x raised to n minus 1 ഫോമാറ്റിലാണ്. സോ 3L സ്ക്വയർ പ്ലസ് 5LKയിൽ 5Kനെ പുറത്തെടുത്തിട്ടാൽ DL by DL 1. അപ്പോൾ 5K into 1 5K എന്ന് തന്നെ കിട്ടും. കെ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും എഴുതുന്നില്ല. അതേപോലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ നമുക്ക് കാണാം. MPK is equal to del Q by del K which is equal to del L cube plus 5LK plus K square divided by del K. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5L plus 2K എന്ന് കിട്ടും.
അതായത് എൽ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സോ നമ്മളൊന്നും എഴുതുന്നില്ല. പിന്നെ 5LK എന്നുള്ളത് 5 പുറത്തെടുത്ത് എഴുതി. വീണ്ടും വിത്ത് റെസ്പെക്ട് ടു കെ കെയിനെ വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് 5L ആണ്. അപ്പോൾ 5L പ്ലസ് കെ സ്ക്വയർ ആണ്. സോ വീണ്ടും n ഇൻറ്റു എക്സ് റേസ് ടു n-1 ഫോമാറ്റിലാണ്. സോ നമുക്ക് 2K എന്ന് കിട്ടും. അടുത്തതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദി പെർ യൂണിറ്റ് ഔട്ട്പുട്ട് ഫ്രം എ വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. അതായത് ഒരു വേരിയബിൾ ഫാക്ടറിനെ എംപ്ലോയ് ചെയ്യുമ്പം ആ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ ഫാക്ടർ എത്രത്തോളം ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ ഫാക്ടർ ലേബർ ആകാം, ക്യാപിറ്റൽ ആകാം. അപ്പോൾ ഓൾറെഡി ഒരു 10 ലേബറേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ലേബറും എത്രത്തോളം ഔട്ട്പുട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു, അതാണ് ആവറേജ് പ്രോഡക്റ്റ്. അപ്പോൾ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് AP is equal to total product divided by X or Q by X എന്ന് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. where Q is the total product and X എന്ന് പറയുന്നത് number of units of variable inputs. അപ്പോൾ X എന്നുള്ളത് ലേബർ ആകാം, ക്യാപിറ്റൽ ആകാം. അപ്പോൾ എത്ര ലേബറേഴ്സ് അല്ലെങ്കിൽ എത്ര ക്യാപിറ്റലിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് X അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സപ്പോസ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ APL is equal to total product divided by number of units of labor. TP divided by L അല്ലെങ്കിൽ Q by L എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ വേരിയബിൾ ഫാക്ടർ ലേബറിനെ എടുത്തുകൊണ്ട് തന്നെ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഡയഗ്രത്തിൽ നമുക്ക് കാണാം X ആക്സിസിൽ യൂണിറ്റ്സ് ഓഫ് ലേബറും Y ആക്സിസിൽ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെൻ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഇൻക്രീസിങ്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഗ്രേറ്റർ ദാൻ ദി ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെൻ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് അറ്റ് ഇറ്റ്സ് മാക്സിമം, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. അതേസമയം മൂന്നാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെൻ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് ഡിക്രീസിങ് ഓർ ഡിമിനിഷിങ്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇസ് ലെസ് ദാൻ ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. സോ നമുക്ക് ഈ ഓരോ റിലേഷൻഷിപ്പിനെയും മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് വെൻ APL ഇസ് ഇൻക്രീസിങ്, MPL ഇസ് ഗ്രേറ്റർ ദാൻ APL. APL ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുള്ളത് മാത്തമാറ്റിക്കലി നമ്മൾ കാണിക്കുന്നതാണ്. ഡെറിവേറ്റീവ് ഓഫ് APL വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ഓഫ് ലേബർ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന്. അപ്പോൾ APL എന്നുള്ളത് Q by L എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതി. സോ ഈ APLൻ്റെ സ്ഥാനത്ത് നമുക്ക് Q by L എന്ന് എഴുതുവാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് Q by L ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ലേബർ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, കോഷ്യൻ റൂൾ എന്ന് പറയുമ്പം du by v divided by dx is equal to v du by dx minus u dv by dx the whole divided by v square. ഇതാണ് ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂൾ. ഈ റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് derivative of Q by L divided by derivative of labor is equal to L dq by dl minus Q dl by dl the whole divided by L square is greater than 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ L dq by dl എന്നുള്ളത് അല്ലെങ്കിൽ del Q by del L എന്നുള്ളത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആണല്ലോ. സോ നമുക്ക് അവിടെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. സോ L മൾട്ടിപ്ലൈഡ് ബൈ MPL മൈനസ് Q DL ബൈ DL 1 ആയിട്ട് മാറും, Q ഇൻറ്റു 1 Q തന്നെ. സോ L മൾട്ടിപ്ലൈഡ് ബൈ MPL മൈനസ് Q ദ ഹോൾ ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്നാകും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ L ഉള്ളത് കൊണ്ട് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഓരോ L കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് MPL മൈനസ് Q ഡിവൈഡഡ് ബൈ L ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 1 ബൈ L മൾട്ടിപ്ലൈഡ് ബൈ MPL മൈനസ് Q എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L ഇൻറ്റു MPL മൈനസ് Q ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ ഈ Qവിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം L മൾട്ടിപ്ലൈഡ് ബൈ MPL ഇസ് ഗ്രേറ്റർ ദാൻ Q എന്നാകും. അതേപോലെ തന്നെ
ഇവിടെ എല്ലിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ MPL is greater than Q by L എന്ന് കിട്ടും. അപ്പോൾ Q by L എന്നുള്ളത് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ APL ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് MPL greater than APL എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഹെൻസ് നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ്, അതായത് when APL is increasing MPL is greater than APL എന്നുള്ളത് ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഇരിക്കുകയാണ്. രണ്ടാമത്തെ റിലേഷൻഷിപ്പാണ് when APL is at its maximum MPL is equal to APL. അപ്പോൾ ഇവിടെ APL മാക്സിമത്തിലാണ് എന്ന് കാണിക്കുന്നത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് APL ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്കറിയാം APL ഒരു ഇൻവേർട്ടഡ് യു ഷേപ്ഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമത്തിൽ APL എത്തുക എന്ന് പറയുമ്പം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ്. അപ്പോൾ അവിടെ സ്ലോപ്പ് 0 ആയി മാറി APLൻ്റെ. സോ ഇവിടെ APL മാക്സിമത്തിൽ നിൽക്കുമ്പോൾ MPL is equal to APL എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ കണ്ട പോലെ തന്നെയാണ്. ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ DQ by L ഡിവൈഡഡ് ബൈ DL ഇസ് ഈക്വൽ ടു L DQ by DL മൈനസ് Q DL by DL ദ ഹോൾ ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പം നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പിൽ MPL ഗ്രേറ്റർ ദാൻ APL എന്നായിരുന്നു വന്നിരുന്നത് when APL is increasing. അപ്പം നമ്മളുടെ സൊല്യൂഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ഗ്രേറ്റർ ദാൻ 0 ഇട്ടാണ് പോയത്, എല്ലാ സ്റ്റെപ്സിലും. നമ്മുടെ രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ MPL is equal to APL എന്നാണ്. അതായത് APL is equal to 0 അല്ലെങ്കിൽ മാക്സിമത്തിൽ നിൽക്കുന്ന ടൈമിൽ. അപ്പോൾ ഇവിടെയും നമ്മൾ സോൾവ് ചെയ്ത് പോകുമ്പം എല്ലാ സ്റ്റെപ്സിലും is equal to 0 ഇട്ട് പോകുക. അങ്ങനെ നമ്മൾ ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് ഫൈനലി MPL is equal to APL എന്ന് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഇവിടെ DQ by L ഡിവൈഡഡ് ബൈ DL ഇസ് ഈക്വൽ ടു L DQ by DL മൈനസ് Q DL by DL ദ ഹോൾ ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ വീണ്ടും del Q by del L എന്ന് പറയുന്നത് MPL ആണ്. സോ L ഇൻറ്റു MPL മൈനസ് Q ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും L കട്ട് ചെയ്യുമ്പം MPL മൈനസ് Q ഡിവൈഡഡ് ബൈ L ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വീണ്ടും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 1/L മൾട്ടിപ്ലൈഡ് ബൈ MPL മൈനസ് Q ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം L മൾട്ടിപ്ലൈഡ് ബൈ MPL മൈനസ് Q ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി Qനെ RHSലോട്ട് കൊണ്ടുവരുമ്പം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പം L മൾട്ടിപ്ലൈഡ് ബൈ MPL ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇതിൽ നിന്നും MPL കണ്ടുപിടിക്കാൻ പറ്റും. MPL ഇസ് ഈക്വൽ ടു Q ബൈ L. Q by L എന്നുള്ളത് APL ആയതുകൊണ്ട് MPL is equal to APL എന്നും നമുക്ക് എഴുതാൻ പറ്റും. മൂന്നാമത്തെ റിലേഷൻഷിപ്പാണ് when APL starts falling MPL is less than APL. അപ്പോൾ ഇവിടെ APL fall ചെയ്യുകയാണ്, ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഡിക്രീസ് ചെയ്യുകയാണ് എന്നുള്ളത് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് APL with respect to derivative of labor is less than 0 എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും കോഷ്യൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പം ഓരോ സ്റ്റെപ്സിലും നമ്മൾ ലെസ് ദാൻ 0 ഇട്ട് പോവുക. അങ്ങനെ നമുക്ക് ചെയ്യുമ്പം DQ by L the whole divided by DL is equal to L DQ by DL minus Q DL by DL the whole divided by L square is less than 0. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് നേരത്തെ രണ്ട് സ്റ്റെപ്സിലും ചെയ്ത പോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് MPL is less than APL എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ദി അഡീഷൻ മെയ്ഡ് ടു ദ ടോട്ടൽ കോസ്റ്റ് വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിലോട്ട് എത്രത്തോളം ചിലവാണ് വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നത് ആ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട്, അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കർവ് എടുക്കുകയാണെങ്കിൽ ആ കർവിൽ ഒരു പോയിന്റ് എടുത്തിട്ട് സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പിനെയാണ് മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് MC is equal to TCN minus TCN minus 1. ഓർ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് TC ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് Q ഓർ ഡെറിവേറ്റീവ് ഓഫ് C ബൈ ഡെറിവേറ്റീവ് ഓഫ് Q എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.
where C is the total cost and Q is the change in output. കോസ്റ്റ് കോൺസെപ്റ്റ്സിൽ അടുത്തത് വരുന്നതാണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു 10 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും വന്ന ചെലവ് എത്രയാണ്, അതിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു TC/Q or C/Q, അതായത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അടുത്തതാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇവിടെയും നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത് എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡും വൈ ആക്സിസിൽ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റിൽ കണ്ട പോലെ തന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് കാണാൻ പറ്റുന്നത്. ബട്ട് പ്രൊഡക്ഷനിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കോസ്റ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So when average cost is falling, marginal cost is less than average cost. അതാണ് ആദ്യത്തെ റിലേഷൻഷിപ്പ്. രണ്ടാമത്തത് when average cost is at its minimum, marginal cost is equal to average cost. And മൂന്നാമത്തെ റിലേഷൻഷിപ്പ് is when average cost starts increasing, marginal cost is greater than average cost. അപ്പോൾ നമുക്ക് ഈ 3 റിലേഷൻഷിപ്പിനെയും മാത്തമാറ്റിക്കലി നോക്കാം. നമ്മൾ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റിൻ്റെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്ത പോലെ തന്നെയാണ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റിൻ്റെ റിലേഷൻഷിപ്സും പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ആകെ ചില കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് നോക്കാം. വെൻ ആവറേജ് കോസ്റ്റ് ഇസ് ഡിക്രീസിങ്, മാർജിനൽ കോസ്റ്റ് ഇസ് ലെസ് ദാൻ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുവാണ് എന്നുള്ളത് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡെറിവേറ്റീവ് ഓഫ് AC ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് Q ഇസ് ലെസ് ദാൻ 0 എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവറേജ് കോസ്റ്റ് എന്നുള്ളത് C/Q ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. സോ ഇവിടെയും ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് DC/Q ഡിവൈഡഡ് ബൈ DQ ഇസ് ഈക്വൽ ടു Q DC/DQ മൈനസ് C DQ/DQ ലെസ് ദാൻ 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്ക് MC ലെസ് ദാൻ AC എന്നുള്ള റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുമ്പം Q മൾട്ടിപ്ലൈഡ് ബൈ MC DC/DQ എന്നുള്ളത് മാർജിനൽ കോസ്റ്റ് ആണ്. സോ Q മൾട്ടിപ്ലൈഡ് ബൈ MC മൈനസ് C, അതായത് DQ/DQ 1 ആണ്. സോ C ഇൻറ്റു 1 C തന്നെയാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ Q സ്ക്വയർ. ഇപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു Q ഉള്ളതുകൊണ്ട് നമുക്ക് Q ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. സോ MC മൈനസ് C/Q ലെസ് ദാൻ 0. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം 1/Q മൾട്ടിപ്ലൈഡ് ബൈ MC മൈനസ് C ലെസ് ദാൻ 0 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q മൾട്ടിപ്ലൈഡ് ബൈ MC മൈനസ് C ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഇവിടെ സിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ Q മൾട്ടിപ്ലൈഡ് ബൈ MC ലെസ് ദാൻ C എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് MC കണ്ടുപിടിക്കാൻ പറ്റും. MC ലെസ് ദാൻ C/Q എന്നുള്ളത് കിട്ടി. C/Q വേറൊന്നുമല്ല AC തന്നെയാണ്. സോ MC ലെസ് ദാൻ AC എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്തു. സെക്കൻഡ് റിലേഷൻഷിപ്പിൽ വെൻ AC is at its minimum, MC is equal to AC എന്നാണ്. അപ്പോൾ നമുക്കറിയാം AC കർവ് U ഷേപ്ഡ് ആണ്. സോ U ഷേപ്ഡ് കർവ് ആയ AC കർവിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ AC മിനിമം ആണ് എന്ന് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് DAC/DQ is equal to 0 എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഡിഫറൻസിയേഷൻ്റെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പം നമുക്ക് MC ഈക്വൽസ് AC എന്നുള്ളത് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ റിലേഷൻഷിപ്പിൽ AC വെൻ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്, MC ഈസ് ഗ്രേറ്റർ ദാൻ AC എന്നുള്ളതാണ്. സോ AC ഇൻക്രീസ് ചെയ്യുവാണ് എന്നുള്ളത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് DAC/DQ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെയും കോഷ്യൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MC ഈസ് ഗ്രേറ്റർ ദാൻ AC എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.